ഹലോ എവ്രിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററായ ചലനം അല്ലെങ്കിൽ മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്. വളരെ ഈസിയാണ്. ഇപ്പൊ എനിക്കൊരു വീടുണ്ട്, വീട്ടിലൊരു കാറുണ്ട്. ഈ ഒരു കാറിലാണ് ഞാൻ ദിവസം എന്ത് ചെയ്യുന്നത്, എന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇപ്പൊ എന്റെ വീടും ഓഫീസും തമ്മിലുള്ള ആകെ ദൂരം 100 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 100 മീറ്ററിൽ ഞാൻ എന്റെ കാറിൽ സഞ്ചരിച്ചിട്ടാണ് ദിവസവും ഓഫീസിൽ പോകുന്നത്. എന്നാൽ അത്യാവശ്യമായിട്ട് ഒരു ദിവസം എനിക്ക് ഈ ഒരു കാറിൽ എന്ത് ചെയ്തു, അടുത്തുള്ള ഹോസ്പിറ്റലിൽ 75 മീറ്റർ അകലെയുള്ള ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, 50 മീറ്റർ വീണ്ടും സഞ്ചരിച്ച് തിരിച്ചെന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ 75ഉം 50ഉം 125 മീറ്റർ ആണ്, അല്ലെ? ഓഫീസിൽ പോകാത്ത സമയത്ത് ഞാൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ദൂരമാണ്, അല്ലെ? അപ്പൊ ദൂരം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിച്ച ആകെ പാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥാനാന്തരം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യ സ്ഥാനം എവിടാണോ അന്ത്യസ്ഥാനം എവിടാണോ അവർ തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കേസിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ ഓഫീസിൽ പോയാൽ പോലും എന്റെ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് എന്റെ വീടാണ്, എന്റെ അവസാനത്തെ സ്ഥാനം എന്ന് പറയുന്നത് എന്റെ ഓഫീസാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്ഥാനാന്തരം എത്രയാണ്? 100 മീറ്റർ തന്നെയാണ്, അല്ലെ? അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ തന്നെയാണ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലാണെങ്കിൽ, അതായത് അതിന്റെ ദിശ മാറുന്നില്ലെങ്കിൽ അതിന്റെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെ? കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോകാത്ത സമയത്ത് എന്റെ ദൂരം എത്രയാണ്? 100 മീറ്റർ ആണ്. അത് തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയ പോയിന്റും അവസാനിപ്പിച്ച പോയിന്റും തമ്മിലുള്ള അകലം. അപ്പൊ 100 മീറ്റർ തന്നെയാണ് ആ ഒരു കേസിൽ സ്ഥാനവും ദൂരവും സ്ഥാനാന്തരവും, അല്ലെ? അപ്പൊ ഒരു വസ്തു അതിന്റെ സഞ്ചരിക്കുന്ന ആ ഒരു ദിശ മാറുന്നില്ലെങ്കിൽ, അതൊരു നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട PSCക്ക് 2023 വന്ന ഒരു ചോദ്യമാണ്, ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം എന്താണ്? ഏതാണ്? സ്ഥാനാന്തരം, അല്ലെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്, എന്താണ് സദിശ അളവുകൾ അല്ലെങ്കിൽ അദിശ അളവുകൾ എന്താണ്? എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്നുള്ളത്? അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് കാറിലാണ് പോകുന്നത്, അല്ലെ? തിരിച്ച് കാറിൽ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആകെ സഞ്ചരിച്ച എന്റെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 100 + 100 200 മീറ്റർ ആണ് ഞാൻ സഞ്ചരിച്ചത്. എന്നാൽ അപ്പോൾ ഇതിന്റെ സ്ഥാനാന്തരം എത്രയാണ്? എന്റെ ആദ്യ പോയിന്റും വീട് തന്നെയാണ്, അവസാനത്തെ പോയിന്റും എന്താണ്? വീട് തന്നെയാണ്. അപ്പൊ എന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? 0 അല്ലെ? അപ്പൊ സ്ഥാനാന്തരം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്ഥാനാന്തരം അതിന്റെ ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദൂരം ദിശയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെ? കാരണം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദൂരം എത്രയാണ്? 100 + 100 200 പക്ഷെ സ്ഥാനാന്തരം എന്ത് ചെയ്തു? കുറഞ്ഞു, അല്ലെ? ആ ഒരു ആദ്യ പോയിന്റിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ സ്ഥാനാന്തരം 0 അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആ ഒരു വാല്യൂവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യും? അതിന്റെ ഡയറക്ഷനെ, അതിന്റെ ദിശയും ഡിപ്പെൻഡ് ചെയ്യും, അല്ലെ? അതുകൊണ്ട് സ്ഥാനാന്തരം എന്താണ്? ഒരു സദിശ അളവാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ദൂരം എന്താണ്? ഒരു അദിശ അളവാണ്, അല്ലെ? അതിന്റെ ആ ഒരു ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അദിശ അളവുകൾ എന്ന് പറയുന്നത്. SCERTയിൽ കൊടുത്ത പോയിന്റ് ഇതാണ്, സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിണാമത്തോടൊപ്പം ആ ഒരു വാല്യൂവിനോടൊപ്പം അതിന്റെ ദിശ കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്ന ഭൗതിക അളവുകളെ നമ്മൾ എന്തെന്ന് പറയും? സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എന്നാൽ ദിശ പ്രസ്താവിക്കാത്ത ഭൗതിക അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയറക്ഷൻ പറയുകയാണെങ്കിൽ, അതിന്റെ ആ ഒരു വാല്യൂവിനോടൊപ്പം അതിന്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ അവരാണ് എന്തെന്ന് പറയുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ അവരുടെ ഒരു വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ, അവരുടെ ഡയറക്ഷൻ നമുക്ക് ബാധകമല്ലെങ്കിൽ അവരെന്താണ്? അദിശ അളവുകളാണ്. സ്ഥാനാന്തരം എന്താണ്? ഒരു സദിശ അളവാണ്. എന്നാൽ ദൂരം എന്താണ്? ഒരു അദിശ അളവാണെന്നുകൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ചലിക്കുന്ന വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അനുപാതം എന്താണ്?
അപ്പൊ നമുക്കറിയാം ദൂരം ഒരു ചലിക്കുന്ന വസ്തുവാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ദൂരം എപ്പോഴും എന്തായിരിക്കും, സ്ഥാനാന്തരത്തെക്കാളും കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ വളഞ്ഞാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരം എപ്പോഴും സ്ഥാനാന്തരത്തെക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം സ്ഥാനാന്തരം എപ്പോഴും നേർരേഖാ ദൂരമായതുകൊണ്ട് അതിന്റെ ആ ഒരു വാല്യൂ എന്തായിരിക്കും, ദൂരത്തെക്കാൾ കുറവായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്താണ്, ഒന്നെന്ന് തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ വൺ എന്ന് തന്നിട്ടുണ്ട്, ലെസ് ദാൻ വൺ എന്ന് തന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് തന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദൂരം ഭാഗം സ്ഥാനാന്തരമാണ്. അപ്പൊ ദൂരമാണ് കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു കൂടുതലുള്ള ഒരു വാല്യൂവിനെ ഒരു ചെറിയ വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എപ്പോഴും ഒന്നിനേക്കാൾ കൂടിയ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഒന്നുകിൽ നമുക്ക് ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇ ഉത്തരമായിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു വസ്തു ദിശ മാറാതെ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മുകളിലുള്ള വാല്യൂവും താഴെയുള്ള വാല്യൂവും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് വാല്യൂവും കൂടെ വരാം, ഒന്നും കൂടെ അവരുടെ വാല്യൂ ആയിട്ട് വരാം. അപ്പൊ മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഇ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്നുള്ള ഓപ്ഷൻ ഇ ആണ് എന്ന് പറയുന്നത് ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് വേഗവും പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. എന്താണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ എടുക്കുന്നു. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഓഫീസിലേക്ക് എനിക്ക് 100 മീറ്റർ ആണ് പോകാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോകുന്നതിന് 40 മീറ്റർ ഒരു സെക്കൻഡിൽ എന്റെ കാറ് സഞ്ചരിക്കും. 40 മീറ്റർ ഒരു സെക്കൻഡിൽ എന്റെ കാറ് സഞ്ചരിക്കുമെങ്കിൽ ഞാൻ പറയും എന്റെ കാറ് 40 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അതിന്റെ വേഗതയാണോ അല്ലെങ്കിൽ അതിന്റെ പ്രവേഗമാണോ എന്ന് നമ്മൾ പറയണമെങ്കിൽ നിങ്ങൾ അറിയേണ്ട രണ്ട് പോയിന്റുകളാണ്. ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ അതിന്റെ വേഗത എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഒരു യൂണിറ്റ് സമയം കൊണ്ട് അതിനുണ്ടായ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രവേഗം എന്ന് പറയുന്നത്. അതായത് എന്റെ കാറ് നേർരേഖയിലൂടെയാണ് പോകുന്നതെങ്കിൽ അതെന്താണ്, സ്ഥാനാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഇത്ര സ്ഥാനാന്തരം സംഭവിക്കുകയാണെങ്കിൽ അതെന്താണ്, ആ കാറിന്റെ പ്രവേഗമാണ് അല്ലെ, പ്രവേഗമാണ് എന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ അറിയേണ്ട അടുത്തൊരു പോയിന്റ്, ഇതിൽ ഏതാണ് സദിശ അളവ്, ഏതാണ് അദിശ അളവ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം വേഗത എന്ന് പറയുന്നത് ദൂരത്തിൽ നിന്നാണ് ഉണ്ടായത് അല്ലെ. ദൂരം എന്താണ്, ഒരു അദിശ അളവാണ്. അതുകൊണ്ട് വേഗതയും എന്തായിരിക്കും, ഒരു അദിശ അളവാണ്. എന്നാൽ പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രവേഗം പറയുന്നത്. സ്ഥാനാന്തരം എന്താണ്, ഒരു സദിശ അളവാണ്. അപ്പൊ പ്രവേഗം എന്താണ്, ഒരു സദിശ അളവാണ്. ഇനി ഇവിടെ രണ്ടുപേരെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നിങ്ങൾ അറിയേണ്ടത്, വേഗത കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ദൂരത്തെ എന്ത് ചെയ്യുക, അതിന്റെ സമയം കൊണ്ട് ഭാഗിക്കുക. ദൂരത്തിന്റെ യൂണിറ്റ് ആണെന്ത്, മീറ്റർ, സമയത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. അതുകൊണ്ടാണ് അവിടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നത്. എന്നാൽ പ്രവേഗമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥാനാന്തരം ഭാഗം സമയം എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രവേഗം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അടുത്ത അറിയേണ്ട ഒരു പോയിന്റ് ആണ്, ദിശ മാറാതെ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ വേഗവും പ്രവേഗവും തുല്യമായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, ദിശ മാറാതെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ദിശ മാറുന്നില്ലെങ്കിൽ എന്തായിരിക്കും, അതിന്റെ വേഗതയും പ്രവേഗവും എന്തുമായിരിക്കും, തുല്യമായിരിക്കും. വളരെ ഈസിയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSCക്ക് 2023 ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? അപ്പൊ വേഗത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ദൂരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട് വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയമാണ്. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷനാണ്. പക്ഷെ ഇതിൽ ശരി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബി ഓപ്ഷൻ തന്നിട്ടുണ്ട്. വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയമാണ്. അങ്ങനെയാണെങ്കിൽ ദൂരം ഇവിടുന്ന് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, വേഗത ഗുണം സമയമാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താണ്, കറക്റ്റ് ഓപ്ഷനാണ്. എ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഡി ഓപ്ഷൻ നോക്കുക. ഇവിടെ നമ്മൾ സമയം കണ്ടുപിടിക്കണം, നമുക്ക് എങ്ങനെ കിട്ടും, ദൂരം ഭാഗം വേഗത എന്ന് കിട്ടും. അപ്പൊ ഡിയും എന്താണ്, കറക്റ്റ് ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ എന്താണ്, വേഗത എന്ന് പറയുന്നത് ദൂരം ഗുണം സമയമാണ്. അതെന്താണ്, തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്ത്, തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്താണ് നോട്ടിക്കൽ മൈൽ എന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ പുസ്തകത്തിൽ ടേബിളിൽ ഇങ്ങനെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ PSCക്ക് ധാരാളം ചോദിച്ചു വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി കപ്പലുകളുടെയും വിമാനങ്ങളുടെയൊക്കെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് നോട്ട് എന്ന് പറയും. അപ്പൊ ദൂരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, നോട്ടിക്കൽ മൈൽ.
വേഗത എന്ന് പറയുന്നത് എന്താണ്? നോട്ടുമാണ്. അപ്പം ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സമവേഗവും അസമവേഗവും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ്. യൂണിഫോം സ്പീഡ് എന്താണ്? നോൺ യൂണിഫോം സ്പീഡ് എന്താണ്? അപ്പൊ വേഗത എന്താണ് നമ്മൾ പഠിച്ചു. വേഗത എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ വേഗത എന്ന് പറയുന്നത്. വേഗത എന്ന് പറയുന്ന ഒരു അദിശ അളവാണ്. വേഗതയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാറിന്റെ ഒരു സഞ്ചാര പാതയാണ് കാണിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് എഫ് എന്ന പോയിന്റിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാറിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ നിന്ന് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എയിൽ നിന്ന് ബി എന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 20 മീറ്റർ ആണ് സഞ്ചരിച്ചത്. അതിനെടുത്ത സമയം 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേഗത കണക്കാക്കണമെങ്കിൽ അത് ദൂരം ഭാഗം സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വേഗത എന്ന് കിട്ടും. ഇനി ഏത് പോയിന്റ് നിങ്ങൾ എടുത്താലും ബിയിൽ നിന്ന് സി അല്ലെങ്കിൽ സിയിൽ നിന്ന് ഡി അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ഇ, ഇയിൽ നിന്ന് എഫ്, ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? 2 സെക്കൻഡിൽ ആ കാർ എന്താണ് 20 മീറ്റർ ആണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് അതിന്റെ വേഗത എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇവിടുത്തെ വേഗത എന്താണ്? തുല്യമാണ് അല്ലെ. അതായത് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വസ്തുവിന്റെ വേഗത എന്താണ്? സമവേഗമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വാച്ച് അല്ലെ. വാച്ചിന്റെ സൂചി ചലിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു തുല്യ സമയ ഇടവേളകളിൽ എന്താണ്? തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അപ്പം വാച്ചിന്റെ ചലനം എന്താണ്? ഒരു സമവേഗത്തിന് ഉദാഹരണമാണ്. എന്നാൽ അസമവേഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എയിൽ നിന്ന് ബിയിലോട്ട് 5 മീറ്റർ ആണ് 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത്. അതുകൊണ്ട് അതിന്റെ വേഗത എത്രയാണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. എന്നാൽ 15 മീറ്റർ കൊണ്ട് 2 സെക്കൻഡ് ആണ് ബിയിൽ നിന്ന് സിയിലോട്ട് സഞ്ചരിച്ചത്. അതുകൊണ്ട് അതിന്റെ വേഗത എന്താണ്? 7.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഒരു കാർ സഞ്ചരിച്ചത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വേഗത എന്താണ്? എല്ലായ്പ്പോഴും വ്യത്യാസമാണ് അല്ലെ. വ്യത്യസ്ത വേഗതയാണ് അതിനുള്ളത്. കാരണം എന്താണ്? ഒരേ സമയ ഇടവേളകളാണെങ്കിൽ പോലും അതിൽ സഞ്ചരിച്ച ദൂരം എന്താണ്? വ്യത്യാസമാണ്. അങ്ങനെ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വസ്തുവിന്റെ വേഗം എന്താണ്? അസമവേഗമാണ്. അപ്പൊ ഇതിൽ SCERT പുസ്തകത്തിലെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. തറയിലൂടെ ഉരുണ്ടു നീങ്ങുന്ന പന്ത് അല്ലെ, അത് പല സമയത്തും അതിന് പല വേഗതയായിരിക്കും ഉള്ളത്. അപ്പൊ അതെന്താണ്? ഒരു അസമവേഗമാണ്. സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന കല്ല്, ഇതൊക്കെ എന്താണ്? അസമവേഗത്തിന് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഒരു 4 ഉദാഹരണങ്ങൾ തന്നിട്ട് ഇതിൽ സമവേഗത്തിന്റെ ഉദാഹരണം ഏതാണ് എന്നൊക്കെ PSCക്ക് ചോദിക്കാം. അടുത്ത നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ആണ് എന്താണ്? ശരാശരി വേഗം എന്നുള്ളത് അല്ലെങ്കിൽ അവറേജ് സ്പീഡ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു കാറിന്റെ ഒരു സഞ്ചാരപാത നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു കാറിന്റെ സഞ്ചാരപാത നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്? ഒരു അസമവേഗമാണ് അല്ലെ. കാരണം ഇവിടെ നിങ്ങൾ നോക്കുക 5 മീറ്റർ ആണ് 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചത്. എന്നാൽ അടുത്ത 2 സെക്കൻഡിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചു? അടുത്ത 15 മീറ്റർ സഞ്ചരിച്ചു അല്ലെ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഒരു അസമവേഗമാണ്. എന്നാൽ ഇവിടെ കാർ എ മുതൽ എഫ് വരെ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? 50 മീറ്റർ ആണ് അല്ലെ. എയിൽ നിന്ന് എഫ് വരെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ആണ്. അപ്പൊ അതിനെടുത്ത മൊത്തത്തിലുള്ള സമയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയും 10 സെക്കൻഡ് ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ശരാശരി വേഗത കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ സഞ്ചരിച്ച ആകെ ദൂരത്തെ അതിന്റെ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം കൊണ്ട് എന്ത് ചെയ്യാം? ഭാഗിക്കുക. അതായത് 50 മീറ്റർ ഭാഗം 10 സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ കാറിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണ് സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്നാണ്. അതായത് എന്താണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി. നമ്മൾ പഠിച്ചു പ്രവേഗം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം എന്താണ്? ഒരു സദിശ അളവാണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ ഒരു കാറിന്റെ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. എയിൽ നിന്ന് എഫ് വരെ സഞ്ചരിച്ച ദൂരം കാണിച്ചിട്ടുണ്ട്, അതിനെടുത്ത സമയം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കാറിന്റെ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഒരു നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലെ. ദൂരമല്ല, സ്ഥാനാന്തരമാണ്. അപ്പൊ നമ്മൾ സ്ഥാനാന്തരം വെച്ചാണ് ഒരു വസ്തു ഇത്ര തുല്യ സമയ ഇടവേളകളിൽ തുല്യ സ്ഥാനാന്തരമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമപ്രവേഗം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വസ്തുവിന്റെ ദൂരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ എന്താണത്? സമവേഗതയാണ്. എന്നാൽ ആ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് സമപ്രവേഗമാണെന്ന് പറയും. അതിനൊരു ഉദാഹരണമാണ് നമുക്കറിയാം പ്രകാശത്തിന്റെ ചലനം അല്ലെ. പ്രകാശം സഞ്ചരിക്കുന്നത് എന്താണ്? ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു തുല്യ സമയ ഇടവേളകളിൽ എന്താണ്? ഒരു തുല്യ ദൂരമാണോ അല്ല ഒരു തുല്യ സ്ഥാനാന്തരമാണ് സംഭവിക്കുന്നത്. കാരണം പ്രകാശം നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലെ.
അതുകൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന എന്താണ്? ഒരു സമപ്രവേഗത്തിന് ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ അറിയണം, വേഗം അല്ലെങ്കിൽ ദിശ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ പ്രവേഗം എന്തായിട്ട് മാറും? അസമപ്രവേഗമായിട്ട് മാറും. ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ട്രെയിൻ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു അസമപ്രവേഗമാണ് അല്ലെ? കാരണം അതിന്റെ ഒന്നില്ലെങ്കിൽ അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരം ഇത്ര സമയം കൊണ്ടല്ല അത് കവർ ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ടാണ് എന്താണ്? ഒരു അസമപ്രവേഗത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങൾ അറിയണം, ഏതെങ്കിലും ഒരു വസ്തു സമപ്രവേഗം അല്ലെങ്കിൽ ഒരു യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്താവണമെന്നില്ല? യൂണിഫോം വെലോസിറ്റി ആവണമെന്ന് ഇല്ല. അതായത് യൂണിഫോം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു എന്താവണമെന്നില്ല? യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കണമെന്ന് ഇല്ല. കാരണം അതിൽ ഏതെങ്കിലും ദിശയോ അല്ലെങ്കിൽ അതിന്റെ വേഗതയോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാൻ പറ്റും? അത് അസമപ്രവേഗമായിട്ട് മാറുമെന്ന് പറയാം. നിങ്ങൾ അറിയേണ്ട, ഒരു ക്ലോക്കിന്റെ സൂചി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വാച്ചിന്റെ സൂചി എന്തിന് ഉദാഹരണമാണ്? ഒരു സമവേഗത്തിന് ഉദാഹരണമാണ്. പക്ഷെ അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുമല്ലേ? ഓരോ സമയത്തും ഓരോ ദിശയാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു ക്ലോക്കിന്റെ സൂചി സമവേഗത്തിലാണെങ്കിലും അത് എന്തിന് ഉദാഹരണമാണ്? അതൊരു അസമപ്രവേഗമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്നുള്ളതാണ്. നമുക്ക് ആക്സിലറേഷൻ എന്ന വാക്ക് കേട്ടാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ ആക്സിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ? കാറിന്റെ ആക്സിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു കാർ സഞ്ചരിച്ച ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എയിൽ നിന്ന് എഫ് വരെ സഞ്ചരിച്ചിട്ടുണ്ട്. എയിൽ എത്ര ആയിരുന്നു? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഞാനൊന്ന് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ അതിന്റെ സ്പീഡ് എത്ര കൂടി? 5 മീറ്റർ പെർ സെക്കൻഡ് കൂടി. പിന്നെ ഒന്നുകൂടെ ഒന്ന് ചവിട്ടി പിടിച്ചപ്പോൾ എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ഡിയിൽ നിന്ന് ഇയിലേക്ക് എന്ത് ചെയ്തു? വീണ്ടും ഞാൻ കാലെടുത്തപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ആ ഒരു പ്രവേഗം കുറഞ്ഞു. പിന്നെ ഇയിൽ നിന്ന് എഫിലേക്ക് വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ആ വണ്ടി നിന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? പ്രവേഗം 0 മാറി. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, എയിൽ നിന്ന് സി വരെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രവേഗം നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? ആദ്യം 0 ആയിരുന്നു, പിന്നെ 5 മാറി, പിന്നെ 10 മാറി. അതായത് എന്താണ്? അത് കൂടിക്കൂടി വരികയാണ് അല്ലെ? അപ്പൊ ത്വരണം എന്ന് പറയുന്നത് പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ ത്വരണം എന്ന് പറയുന്നത്. അതായത് ത്വരണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പ്രവേഗ മാറ്റം ഭാഗം എന്ത് ചെയ്യുക? സമയം എടുക്കുക. പ്രവേഗ മാറ്റം കണ്ടുപിടിക്കണം എന്ത് ചെയ്യുക? അതിന്റെ അവസാനത്തെ എത്രമാത്രം വേഗതയുണ്ടോ അതിന്റെ ആദ്യത്തെ വേഗത എത്ര ആയിരുന്നു അത് നമ്മൾ കുറച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ത്വരണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. അത് കാരണം എന്താണ്? അത് പ്രവേഗത്തിൽ നിന്നാണ് ഉണ്ടായത് അല്ലെ? പ്രവേഗം എന്താണ്? ഒരു സദിശ അളവാണ്. അതുകൊണ്ട് പ്രവേഗത്തിൽ നിന്ന് വന്ന ആ ഒരു ത്വരണം എന്താണ്? അതും ഒരു സദിശ അളവായിരിക്കും. ആക്സിലറേഷനിൽ ത്വരണത്തിന് ഉദാഹരണമാണ് എന്ന് പറയുന്നത് ഇറക്കത്തിൽ ഉരുട്ടിവിട്ട ഒരു പന്തിന്റെ ചലനം. അല്ലെ? അതിന് ആക്സിലറേഷൻ സംഭവിച്ചുകൊണ്ടാണ് അത് താഴേക്ക് പോകുന്നത് അല്ലെ? ഇനി തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു തേങ്ങയുടെ ചലനം എന്താണ്? ആക്സിലറേഷൻ സംഭവിക്കുകയാണ് അല്ലെ? ആദ്യം അതെന്തായിരുന്നു? തെങ്ങിലായിരുന്നപ്പോൾ അതിന് 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു വേഗത. താഴേക്ക് വരുന്നതോറും എന്ത് ചെയ്തു? അതിന് ആക്സിലറേഷൻ സംഭവിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്? ത്വരണത്തിന് ഉദാഹരണമാണ്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പൊതി 5 സെക്കൻഡ് കൊണ്ട് തറയിൽ എത്തിച്ചേരുന്നു. തറയിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് അതിന്റെ പ്രവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ത്വരണം എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഒരു ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുന്ന് ആ ഒരു ഭക്ഷണപ്പൊതി ഇടുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ വേഗത അല്ലെങ്കിൽ പ്രവേഗം എത്ര ആയിരുന്നു? 0 ആയിരുന്നു അല്ലെ? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് ആ താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ പ്രവേഗം എത്ര ആയിരുന്നു? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള പ്രവേഗം എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ ത്വരണം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആ ഒരു പ്രവേഗത്തിന്റെ നിരക്ക്, ആ ഒരു വ്യത്യാസത്തിന്റെ നിരക്ക് ഭാഗം സമയം എടുക്കണം. അപ്പൊ നോക്കിയേ, ത്വരണം കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? v മൈനസ് യു ബൈ ടി എടുക്കുക. v എന്ന് പറഞ്ഞാൽ അവസാനം 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ആദ്യം എത്ര ആയിരുന്നു? 0 ആയിരുന്നു. ഭാഗം 5 എടുത്തു കഴിഞ്ഞാൽ 50 ഭാഗം 5 എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറയുന്നതിന്റെ ത്വരണം എന്ന് പറയുന്നത്. അപ്പം ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണത്തെയാണ് നമ്മൾ ആ വസ്തുവിന്റെ ഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ? അത് നമ്മൾ ജി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാത്താണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിന് യൂണിറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വേഗതയുടെ യൂണിറ്റ് എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദൂരത്തിന്റെ യൂണിറ്റ് എത്രയാണ്? മീറ്റർ ആണ്. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ടതാണ്, ഈ ഒരു ത്വരണത്തിന്റെ നേരെ വിപരീതമായ ഒന്നാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പൊ ആ ഒരു സെയിം ഗ്രാഫ് നമ്മൾ നേരത്തെ ത്വരണത്തിന് കാണിച്ച ഒരു ഗ്രാഫ് ഉണ്ട് അല്ലെ? എയിൽ നിന്ന് സിയിലേക്ക് അതിന്റെ ത്വരണം സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ നോക്കുക, ഇവിടുത്തെ വേറൊരു പോയിന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇയിൽ നിന്ന് എഫിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇയിൽ നിന്ന് എഫിലേക്ക് അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ഇയിലേക്ക് എടുത്താലും മതി.
അപ്പൊ ഡിയിൽ നിന്ന് ഇയിലേക്ക് എടുത്താൽ ആദ്യം എത്ര ആയിരുന്നു? 10 ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? 6 ആയിട്ട് കുറഞ്ഞു അല്ലെ? അതിന് റിട്ടാർഡേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ മന്ദീകരണം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടുത്തെ നമുക്ക് ആ ഒരു മന്ദീകരണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ v മൈനസ് യു ബൈ ടി ആ ത്വരണത്തിന്റെ അതേ ഇക്വേഷനിൽ നിന്ന് എടുക്കുക. പക്ഷെ ആദ്യത്തെ വെലോസിറ്റി എത്ര ആയിട്ട് മാറും? 10ഉം അവസാനത്തെ എത്ര ആയിട്ട് മാറും? 6ഉം ആയിട്ട് മാറും അല്ലെ? ഡിയിൽ നിന്ന് ഇ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അവസാനത്തെ വേഗത എത്രയാണ്? 6. ആദ്യത്തെ വേഗത എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ മൈനസ് 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറയുന്നത് അവിടുത്തെ മന്ദീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം ആക്സലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വേഗത്തിന്റെയും പ്രവേഗത്തിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഈ ഒരു മന്ദീകരണത്തിനുള്ള കുറച്ച് ഉദാഹരണങ്ങളോടെ നമുക്ക് നോക്കാം. ഒന്ന്, നിരപ്പായ തറയിലൂടെ ഉരുണ്ടു നീങ്ങുന്ന ഒരു പന്ത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ വേഗത കുറഞ്ഞു വരുന്നുണ്ട്. അതെന്താണ്? മന്ദീകരണത്തിന് ഉദാഹരണമാണ്. ബ്രേക്ക് പ്രയോഗിച്ചതിന് ശേഷം വാഹനത്തിനുണ്ടാകുന്ന ചലനം എന്താണ്? മന്ദീകരണമാണ്. മുകളിലേക്ക് എറിയുന്ന കല്ല് നമുക്കറിയാം, എറിയുന്ന സമയത്ത് എന്താണ്? അതിന് ഭയങ്കര വേഗതയാണ് അല്ലെ? എന്നാലും മുകളിൽ ചെല്ലുമ്പോൾ ആ കല്ലിന്റെ വേഗത എന്ത് ചെയ്യും? കുറയും. അപ്പൊ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എന്താണത്? മന്ദീകരണമാണ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മന്ദീകരണത്തിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചലനം എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.